ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്ന ടോപ്പിക്കിൽ നിക്ഷേപങ്ങൾ എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിക്ഷേപങ്ങൾ അതായത് ഡെപ്പോസിറ്റ്സ് 4 ടൈപ്പ് ഉണ്ട്. സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ട്, കറന്റ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇങ്ങനെ 4ആയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. അതായത് സമ്പാദ്യ നിക്ഷേപം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പലിശ നമുക്ക് ലഭിക്കും. അതുപോലെ പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങൾ കുറവായ ഒരു ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആകുന്നു സേവിങ്സ് ഡെപ്പോസിറ്റ്. കുറഞ്ഞ പലിശയുണ്ട്, പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങൾ കുറവ്. എന്നാൽ കറന്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. കറന്റ് ഡെപ്പോസിറ്റിനെ പ്രചരിത നിക്ഷേപം എന്ന് പറയും. ഇവിടെ പലിശയില്ല. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കുവാനുമുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ. അപ്പോ സേവിങ്സ് ഡെപ്പോസിറ്റില്, അതായത് സമ്പാദ്യ നിക്ഷേപത്തില് കുറഞ്ഞ പലിശ കിട്ടും. അതുപോലെ പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങൾ കുറവാണ്. കറന്റ് ഡെപ്പോസിറ്റില് പലിശയില്ല. പ്രചരിത നിക്ഷേപത്തിൽ പലിശയില്ല. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പലിശ കൂടുതലാണ്. കാലാവധി കൂടുന്നതനുസരിച്ച് പലിശ കൂടും. പണം പിൻവലിക്കുന്നതിന് നിയന്ത്രണങ്ങൾ കൂടുതലാണ്. ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് ഉള്ള നിയന്ത്രണങ്ങൾ കൂടുതലാണ് ഫിക്സഡ് ഡെപ്പോസിറ്റില്. ആവർത്തിത നിക്ഷേപമുണ്ട്. അതിന് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും. റെക്കറിംഗ് ഡെപ്പോസിറ്റിലും പലിശ കൂടുതലുണ്ട്. എന്നാൽ സ്ഥിര നിക്ഷേപത്തെക്കാൾ കുറവാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും ഇൻട്രസ്റ്റ് കുറവാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റില്. പിന്നെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ചിട്ടി പോലെയാണ്. അപ്പൊ നമ്മളൊരു നിശ്ചിത എമൗണ്ട് ഫിക്സ് ചെയ്ത് നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നിശ്ചിത എമൗണ്ട് വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 10 ലക്ഷം രൂപയുടെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഓരോ മാസവും ഇത്ര രൂപ ഇട്ടിട്ട് നമുക്കത് ഫില്ല് ചെയ്ത് പോകാം. അപ്പോൾ ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ നമുക്ക് മുടക്കിയ ക്യാഷും അതിൻ്റെ ഒപ്പം തന്നെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ ഫിക്സഡ് എമൗണ്ട് കയ്യിലുള്ളവർക്ക് മൊത്തമായിട്ട് കൊണ്ടുപോയി ക്യാഷ് ഇട്ട് ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ വിഡ്രോ ചെയ്യുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അവിടെ പലിശ കൂടുതലായിരിക്കും. കാലാവധി കൂടുന്നതനുസരിച്ച് പലിശ കൂടും. പണം പിൻവലിക്കാനാണെങ്കിൽ നിയന്ത്രണങ്ങൾ കൂടുതലുണ്ട്. ഓക്കെ. അപ്പോൾ ആ രീതിയിലാണ് ഫിക്സഡ് ഡെപ്പോസിറ്റും റെക്കറിംഗ് ഡെപ്പോസിറ്റും നമ്മുടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ പ്രചലിത നിക്ഷേപം, കറന്റ് ഡെപ്പോസിറ്റിൽ പലിശയില്ല. ആവർത്തിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് നിക്ഷേപിക്കുന്നതാണ്. അത് ചിട്ടി പോലെയാണ്. അതിന് പലിശയുണ്ട്. സ്ഥിര നിക്ഷേപത്തെക്കാൾ കുറവായിരിക്കും. നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസം നിക്ഷേപിക്കാനോട് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു. യെസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഹകരണ ബാങ്കുകൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ബാങ്കുകളെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാണിജ്യ ബാങ്ക് എന്ന് പറയുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്, അതുപോലെ സഹകരണ ബാങ്ക്, വികസന ബാങ്ക്, സവിശേഷ ബാങ്ക് എന്നിങ്ങനെ ബാങ്കുകളെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാണിജ്യ ബാങ്ക്, സഹകരണ ബാങ്ക്, വികസന ബാങ്ക്, സവിശേഷ ബാങ്ക്. വാണിജ്യ ബാങ്കിന്റെ ഇംഗ്ലീഷ് ആകുന്നു കൊമേഴ്സ്യൽ ബാങ്ക്. ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വാണിജ്യ ബാങ്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സഹകരണ ബാങ്കുകളെ കുറിച്ചാകുന്നു. സഹകരണ ബാങ്കുകൾ അപ്പോ 1912 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളാകുന്നു സഹകരണ ബാങ്കുകൾ. അപ്പൊ സഹകരണ ബാങ്കുകൾ ഏതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? 1912 കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളാകുന്നു സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം ഇതാകുന്നു. ഈ ബാങ്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക്, അതായത് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലുള്ളവർക്ക് സ്വയം സഹായം നൽകൽ, ഗ്രാമീണർക്ക് സ്വയം സഹായം നൽകൽ എന്നുള്ളതാണ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന ലക്ഷ്യം. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി റിപ്പോർട്ട് ഏതാണെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി റിപ്പോർട്ടാകുന്നു ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇനി നമുക്ക് സഹകരണ ബാങ്കുകളെ പ്രധാനമായിട്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്ക്. അപ്പോ സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ, അതായത് ഒരു സ്റ്റേറ്റിന്റെ സഹകരണ രംഗത്തെ ഏറ്റവും ഉയർന്ന ഘടകമായി പ്രവർത്തിക്കുന്ന ബാങ്കാകുന്നു സംസ്ഥാന സഹകരണ ബാങ്ക്. അപ്പോ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്.
സംസ്ഥാന സഹകരണ ബാങ്ക്. ഇപ്പൊ നമ്മുടെ കേരള സംസ്ഥാനം എടുക്കുവാണെങ്കിൽ കേരള സംസ്ഥാനത്തില് സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. ആ ബാങ്കിന്റെ പേരാകുന്നു കേരള ബാങ്ക്. ഓക്കെ. അപ്പൊ സംസ്ഥാന സഹകരണ ബാങ്ക് നമ്മുടെ കേരളത്തിൽ ഒരെണ്ണമാണുള്ളത്. അതിന്റെ പേരാകുന്നു കേരള ബാങ്ക്. ഈ കേരള ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമായി പ്രവർത്തിക്കുന്ന ബാങ്കാണ് കേരള ബാങ്ക്. ഓക്കെ. ഈ കേരള ബാങ്ക് കൊണ്ട് ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഈ ബാങ്കിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ മെയിൻ പർപ്പസ്. ജില്ലാ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് ജില്ലാ സഹകരണ ബാങ്ക്. അപ്പോ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നത് ജില്ലാ സഹകരണ ബാങ്കുകളാകുന്നു. പിന്നെ എന്റെ തൊട്ടു താഴെ വരുന്നതാണ് പ്രാഥമിക സഹകരണ ബാങ്ക്. പ്രാഥമിക സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തന പ്രദേശത്തിന്റെ പരിധി കുറവായിരിക്കും. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. തുടങ്ങിയവയെല്ലാമാണ് പ്രാഥമിക സഹകരണ ബാങ്കിന്റെ ഫങ്ഷൻസ്. അപ്പൊ സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സഹകരണ രംഗത്തെ ഏറ്റവും ഉയർന്ന ഘടകമായി പ്രവർത്തിക്കുന്ന ബാങ്കാകുന്നു സംസ്ഥാന സഹകരണ ബാങ്ക്. ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുന്നു. ജില്ലാ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. പ്രവർത്തന പ്രദേശത്തിന്റെ പരിധി കുറവായിരിക്കും. ഓക്കെ. അത് നിശ്ചിത പരിധിയിലായിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഗ്രാമീണരുടെ സമ്പാദ്യശീലത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുകയും ചെയ്യുന്നത് പ്രാഥമിക സഹകരണ ബാങ്കുകളാകുന്നു.